എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ പാടെ വെച്ചിട്ട് എളുപ്പത്തിൽ എങ്ങനെ നമ്മൾ പാനിപൂരി ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോസാണ്. ഒട്ടുമിക്ക ആളുകളുടെ ഫേവറേറ്റ് സ്ട്രീറ്റ് ഫുഡാവും ഈ പാനിപൂരി. അപ്പം നമുക്ക് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാനിപൂരി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ കണ്ടു നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോസൊക്കെ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്ക് കമൻറ്റൊക്കെ അറിയിക്കാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ 4 പൊട്ടോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിലയിടത്തൊക്കെ ഉരുളക്കിഴങ്ങ് മറ്റേത് മറിച്ചെന്നൊക്കെ പറയാം. അപ്പം നമ്മൾ ടൊമാറ്റോ എന്നൊക്കെ പറയുന്ന മാതിരി പൊട്ടാറ്റോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തോല് കളയാം. ഫസ്റ്റ് അത് നന്നായിട്ട് തോല് കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം വേണം നമ്മൾ കുക്കറിൽ വെക്കാൻ. അപ്പോൾ അതാ 4 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, 2 സവാള, 2 ചെറുനാരങ്ങ പുളി. ഈ കിടക്കുന്നത് നമ്മളെ ശർക്കര കേട്ടാ, അതാണ് ആളായ്മ ഇങ്ങനെ വന്നു പോണത്. അപ്പോൾ മല്ലിച്ചപ്പ് ഇത്ര മതി, ദാരിദ്ര്യം പിടിച്ച മല്ലിച്ചപ്പ് അറിയില്ല എന്നമാതിരി. പിന്നെ അത് മതി. മുളക് ഞാൻ 4 എടുത്തിട്ടുള്ളൂ. ഇത് കടക്കാരൻ പറഞ്ഞ അത്യാവശ്യം എരിവുള്ള സാധനമാണെന്ന്, അതുകൊണ്ട് പിന്നെ 4 ഒതുക്കിയത്. കാരണം എരിവ് കൂടുതൽ ഉപയോഗിക്കുന്നത് നല്ലതല്ലല്ലോ. പിന്നെ അതുപോലെ ഇത്രേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 8-10 ആൾക്ക് കഴിക്കാനുള്ള സാധനമുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളിതിങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം തയ്യാറാക്കാം. ഓക്കെ. അങ്ങനെ ജിഞ്ചറിൻ്റെ തോല് കട്ട് ചെയ്യുന്നതാണ്. ഉള്ളി നമ്മളിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മെഷീനിലിട്ട് ഇതാക്കട്ടെ. അത് വൃത്തി ടേസ്റ്റ് കൂടുതൽ. ഈ ഉള്ളി അതിനോടത്തൊന്നും ഇരുന്ന് വീഡിയോ എടുക്കാൻ ഒന്നതാണ്. അപ്പം ഇനി ഇത് കിട്ടിയതിന് ശേഷമേ അതിലിട്ട് നന്നായിട്ട് എടുക്കാം. അപ്പം അത് നല്ല ഗുണഗുണമായിട്ട് വരും. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എന്തിനാന്ന് വെച്ചാൽ കുക്കറിൽ വെക്കുക. കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് ഉപ്പിട്ട് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ ഇട്ടേക്കുന്നത്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് പീനട്ടൊക്കെ ഉപയോഗിക്കട്ടോ. അതുപോലെ വെള്ള പീനട്ടും പച്ച അതൊക്കെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഇതാക്കാം. നമ്മൾ ജസ്റ്റ് ഒരു ഇതുണ്ടാക്കുക. അപ്പോൾ ഈ പിന്നെ പൊട്ടോട്ടോ മാത്രമേ ഉപയോഗിക്കണുള്ളൂ. ഇനി ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ഒരു 2-3 വിസിലൊക്കെ അടിക്കണം. അത്ര പാകത്തിന് ഉപ്പിട്ടാൽ മതിട്ടോ. അങ്ങനെ മറ്റുള്ള മസാലക്കൂട്ടൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സാധനം എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിമൊക്കെ നീങ്ങാം. ഇതൊക്കെ പാടെ നമ്മളിത് മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ മല്ലിച്ചപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കാം. നമ്മൾ സോസ് ഉണ്ടാക്കണം. എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കണം. കലാപരിപാടികൾ ഉടൻ ആരംഭിക്കുന്നതാണ്. ഇതിൽ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങ ഇട്ടിരിക്കുന്നത്. വിനാഗിരി വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷേ ഏറ്റവും നല്ലത് ഇതാണ് നാരങ്ങ. അതുകൊണ്ട് നാരങ്ങ ഉപയോഗിക്കണം. പിന്നെ അതിൽ അത്യാവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്യാം. അപ്പോൾ ഇതിക്ക് മല്ലിച്ചപ്പ്, ഇഞ്ചി, മുളക്, ഉള്ളി വേണമെങ്കിൽ ചെയ്യാം. ഉള്ളി പിന്നെ നമ്മൾ മസാലയിൽ ഇടുന്നതുകൊണ്ട് പിന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ പാടിട്ട് അടിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിത് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ടൈറ്റിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സാൾട്ടും ഒക്കെ ഇട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കുറച്ച് സോൾട്ട് വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്യാം എന്നൊക്കെ വേണ്ടിയിട്ടാണ് ഇത് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ തിളപ്പിച്ച വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടേ നന്നായിട്ട് നോണ്ടി ഈ പരുവത്തിലാക്കിയിട്ട് അരിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം എന്താ ചെയ്യുക വെച്ചിട്ടാ, നമ്മൾ ശർക്കര ഇന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് ആ മധുരമുള്ള സോസ് ഉണ്ടല്ലോ അത് ഉണ്ടാക്കുന്ന പരിപാടിയാണ്.
നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്നായിട്ട് മസാലക്കൂട്ട് ചെയ്യാം, അതാവും എളുപ്പം. അപ്പോൾ ഈ ഒരു പരുവത്തിലാക്കിയിട്ട് ഇത് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ജീരകപ്പൊടി വേണമെങ്കിൽ ഇടാം, ചാറ്റ് മസാല വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഞാൻ ജീരകപ്പൊടി ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതാ മസാലക്കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ പാനിപ്പൂരിൻ്റെ ബോള് പുറത്ത് കടയിൽ നിന്ന് വാങ്ങിയാണ്, അവിടെയൊക്കെ എല്ലായിടത്തും വാങ്ങാൻ കിട്ടുമായിരിക്കും. അപ്പോൾ അത് വാങ്ങിയിട്ട് ഇതാ ഈ ഒരു രൂപത്തിൽ അങ്ങോട്ട് തുടങ്ങി പരിപാടി. പിന്നെ എന്തിലും ഒന്നാതെ നടക്കണേ. അപ്പോൾ ഇതാണ് അമ്മയിൽ പറഞ്ഞ പാനിപൂരി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുകയും ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.